മറ്റൊരു രാവിലെ എണ്ണിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷെ കുഞ്ഞിനെ സ്കൂളിൽ വിടട്ടെ, അവനെ ഇനി വിളിച്ചുണർത്തണം. കാലിനൊരു വിങ്ങലുണ്ട്, അതിൽ കുറവുണ്ട്, പക്ഷെ പഴുക്കുന്നുണ്ട്. ഒരു മിന്നായം പോലെ പോയെന്ന് തോന്നുന്നു ഇതുവഴി. അവൻ എണ്ണീറ്റിട്ട് എന്തെങ്കിലും അച്ചാച്ചിയുടെ അടുത്തല്ല എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നേരം കിടക്കുന്ന. ഞാൻ നേരത്തെ എണീക്കുന്നുണ്ട്, അത് നേരെ അച്ചാച്ചിയുടെ അടുത്ത് പോകും. അപ്പോൾ ഞാൻ ഇട്ട് ചായ ഇട്ടതേ ഉള്ളൂ. അച്ചാച്ചിക്ക് നമുക്ക് ചായ കൊടുത്തു. ഞാൻ പിന്നെ പരമാവധി പാത്രം എല്ലാം കഴുകി രാത്രി ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടിട്ടേ കിടക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ഭ്രാന്ത് പിടിക്കില്ല അടുക്കളയിലോട്ട് കിടന്നു. എന്താമേ? ഓ, ഞാൻ വീഡിയോയിൽ പറഞ്ഞു. അമ്മ എന്താ ഒരു ബുദ്ധിമുട്ട്? ചുമയാ? എടി പിന്നെ എന്താ മറവിയാ? എനിക്കാണ് ഉറക്കം വരുന്നത്. എടി പാട്ടിയെല്ലാം എനിക്കറിയത്തില്ലെന്നേ. എന്തോ ഈ പറഞ്ഞല്ല പുലിയാണോ കടുവയെന്നോ എന്തോന്ന് അറിയുന്നില്ല. അവിടെ പട്ടിയൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ ആ കോഴി എണ്ണം അരച്ച് പറന്ന് അങ്ങോട്ട് പോയി. എനിക്ക് നടക്കാൻ വയ്യല്ല, ഞാൻ കയറിപ്പോകത്തില്ലായിരുന്നു. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതല്ല. ഞാൻ അച്ചാച്ചിയോട് പറഞ്ഞപ്പോൾ അച്ചാച്ചി ഇങ്ങനെ അവിടെ തന്നെ ഇരുന്നു. എനിക്ക് പഴയതുപോലെ ഓടിപ്പോയി നോക്കാനൊന്നും വയ്യ. ഞാൻ മുറ്റത്തിന്ന് കണ്ടു എളുപ്പമെന്നത് പോട്ടെ ഞാനും വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്ത് ഇതിലൂടെ കയറി പേരപ്പുറത്ത് നിന്ന് നോക്ക് എന്താണെന്ന് നോക്കാമെന്ന് നോട്ട് കാണത്തില്ല. പിന്നെ എന്ത് ചെയ്യാനോ കുഞ്ഞുണ്ടോയെന്ന് നോക്കണേ. അതോടെ പോനാ എന്തെങ്കിലും എടുത്തോണ്ട് പോകാനോ? ഡാട്ട് ഞാൻ കൊടുത്തോ? ഒന്നിന് രണ്ടെണ്ണം കൂടി. വലുതേ കളി കാണാൻ പോകരുതായിരുന്നു. പറഞ്ഞോ പോകാൻ. അതല്ലേ ഈ ഉറക്കം വരുന്നേ. ചിറ്റാറിപ്പോ ആരെ കണ്ടു? പിന്നെ മെസ്സി അങ്ങ് വരുമോ ചിറ്റാറില്? കിടുണ്ടായിരുന്നു. നീ പോയി കഴിഞ്ഞു അന്ന് പറഞ്ഞോണ്ടേ ഉള്ളു. പാലാട്ടി കൊഞ്ചി നടക്കുക. അതായത് കാല് നിലത്തുറക്കാത്ത. തേങ്ങ ചിരകുന്നത് എനിക്കിഷ്ടമാണ്. ഒരുമിച്ച് തിരുമുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പുട്ടാവുന്ന അനുസരിച്ച് തിരുമ്മി ചെയ്യാം. പുട്ടിന് വേണ്ടിയിട്ട് കേട്ടോ തേങ്ങ. ഒരെണ്ണ നീ എന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുവാ? ഞാൻ വരുവാ.
സാധാരണ കൊണ്ടുപോകുന്നത്. ഇതാണ് കിടു സാധാരണ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് ഇത് മാത്രം ലഞ്ചിനുള്ള കേട്ടോ. മുട്ടയാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള മുട്ട. ചെറുതെ ഉപ്പിട്ടൊന്ന് ചിക്കി എടുത്തത് മാത്രം. ബാക്കി ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് പോകുന്നത്. ഇതിലെത്ര കഴിക്കുമെന്നറിയത്തില്ല. പിന്നെ ആരിലൊക്കെ അടുത്തിരിക്കുന്ന പിള്ളേരും എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടുതലായിട്ട് കൊടുത്തു വിടുന്നത്. ഇത്രയൊന്നും അവൻ കഴിക്കത്തില്ല. പിന്നെ എന്തെങ്കിലും കൊടുത്തു വിട്ടാലേ കഴിക്കത്തുള്ളല്ലോ, അതുകൊണ്ട് നമ്മൾ കൊടുത്തു വിടുന്നത്. അവനും എൻ്റെ കൂട്ടുകാരും കൂടെ നുള്ളിപ്പറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഈ മിക്സറിന് വേറെ സാധാരണ ചക്കയുപ്പേരിയായിരുന്നു. അങ്ങനെ ചക്കയുപ്പേരിയുടെ പാക്കറ്റ് തീർന്നു. ഇനി വേറെ പൊട്ടിച്ചെടുക്കണം. സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് മതി. ചുമന്ന പുട്ട്, കടലക്കറി. നോക്ക്, വാവ് വാവ്. നമ്മൾ മാത്രമേ വാവ് പറയൂ. എല്ലാം അവിടെ പോയിരുന്ന കഴിക്കുക. പിന്നെ റാഗി ആ മോന്ത നോക്കി. ഇത് നന്നാണി പട്ടണിയാ. പുട്ട് പിന്നെ അങ്ങനെ ഇരിക്കണ്ടേ? പിന്നെ ചൂട് പുട്ട് പിന്നെ കയ്യാലൊട്ടത്തില്ലേ? സുലമേൻ എന്നാ റാഗി പുട്ടുണ്ടാക്കിയാണ് തിന്നിട്ടുള്ളത്. അമ്മ അമ്മ എന്നാ ഇങ്ങോട്ട് ഇത് പറ. സുലഭം ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞാണ് ഈ റാഗി പുട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച അമ്മ എന്നാ അടുക്കള കയറിയേ പട്ടിണി കിടങ്ങി തന്നെ. കൊച്ചിനായതുകൊണ്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇന്നാണ് കഴിച്ചത് തന്നെ. ഒട്ടുക്കണ്ട കൊച്ചിനെ വെറുതെ പറഞ്ഞു ഒട്ടുക്കണ്ട വേണ്ടാന്ന്. മോനെ ഒട്ടുന്നല്ലടാ, അച്ഛ ചുമ്മാ അപ്പ കളിയാക്കുന്ന പുട്ടല്ലേ. പഴം വേണോ കടല വേണോ? പുട്ടിന് പഴം വേണോ കടല വേണോ? അണ്ണാണിക്കിത് വേണം. എന്നെ കളിയാക്കുമ്പോ അതിന്റെ അവളെ പോരുന്നേ. സമയം ഇന്ന് സ്കൂളിൽ താമസിച്ചാലും 17 കോടിയുമായി മുങ്ങുന്ന പൃഥ്വിരാജിനെയാണ് നിങ്ങൾ കാണുന്നത്. ആ കസര എങ്ങനെയാ അവിടെ വന്നേ? കിടു, നീ എന്തിനാ അവിടെ കയറിയേ? ഭക്ഷണം കഴിക്കാത്ത മാപ്പിളയെ എത്ര ലാഗ്. അവന്റെ നമ്പർ ആയതല്ല. എന്റെ മക്കള് കഴിക്കുക, എന്റെ പൊന്നുമോൻ കഴിക്കുക. ഇല്ല ഹലോ ഗൈസ്, കിടുന്നിട്ട് ഭക്ഷണം കഴിക്കത്തില്ല. ഇത്രയും വലിയ ചെറുക്കനാന്ന് പറഞ്ഞ് UKG പഠിക്കുന്ന ചെറുക്കൻ ഭക്ഷണം കഴിക്കുന്നില്ല. നിനക്ക് ഞാൻ 5 അരക്കുറ്റി പുട്ടിന്റെ പകുതി ലാസ്റ്റ് ഇതൂടെ 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 ഇതൊക്കെ ഇതൊക്കെ ചോദിക്കുന്നോ? ഇതൊക്കെ കഴിഞ്ഞ് വാങ്ങിട്ടോ വായ തീർന്നു. അവനെ വെള്ളം കുടിച്ച് ചവച്ച് തിന്നാതെ വെള്ളം കുടിച്ച് ആ നീല പാത്രത്തിൽ മറ്റേ പെറ്റ്സ് ഫുഡാണ്, പട്ടികളുടെ തീറ്റയാണ്. രാവിലെ വന്ന് എൻ്റെ കൊച്ചി ഇതിന് കാവല് കിടക്കും. ഇത് തുറന്ന് വേറൊരാൾ തിന്നരുത്, തിന്നാ അറിയണം. അതിന് വേണ്ടി കിടക്കാം. പക്ഷെ ഉറങ്ങിപ്പോയി. കണ്ണിപ്പോൾ തുറന്ന വർത്താനം കേട്ടോണ്ട് ഇപ്പം ഇതേ മുട്ടിയാ കിടക്കുള്ളൂ ഈ ബക്കറ്റില്. ടാറ്റാ. മഴ ഇപ്പം പെയ്യുമേ. ഒരു വലിയ യുദ്ധം കഴിഞ്ഞു. പുട്ടെടുക്കുമ്പോഴേ ഇളക്കി കുഴച്ച് വെച്ചേക്കാം. ഞാൻ മലപ്പുറത്ത് നാളെ മറ്റേ ക്ലാസ് ഇല്ല. നീ ഇഞ്ചക്ഷൻ എടുപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ ക്ലാസ് ഉണ്ടെങ്കിൽ പൊന്നാണി പോയാ എന്താ? ഈ വളം വെക്കാനല്ലേ ഞങ്ങൾ വെച്ചോളാം.
മുറ്റത്ത് ദാ ഇങ്ങനെ ഒരു വെളിഞ്ചേമ്പ് നിൽപ്പുണ്ട്. കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട് ഇളക്കണമെന്ന്. എനിക്ക് പിടിച്ച് വലിക്കാൻ വയ്യ. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. വെളിഞ്ചേമ്പാ വെറുതെ ഒരു ഭംഗിക്ക് നിൽക്കുക എന്നല്ലാണ്ട്. അപ്പോൾ അത്ര ഇടം കൂടെ വൃത്തിയാക്കാമല്ലോ. കീഴായിട്ട് ഇച്ചിരി വൃത്തിയുടെ അസുഖം കൂടിയിട്ടുണ്ട്. അച്ചാച്ചി വളഞ്ഞ് പിഴുത് കളഞ്ഞോളാൻ. എൻ്റെ എന്തെങ്കിലും കൈക്കാൽ സഹായം? അപ്പോൾ ഇവിടെ ചക്ക പെറുക്കുകയാണ്. ഇനി ചക്ക വേവിക്കാമെന്നാണ് അച്ചാച്ചിയുടെ ഒരു പ്ലാൻ. അമ്മ തിന്ന് സഹായിക്കുന്നുണ്ട്. വെറുതെ പണിയുണ്ടാക്കാനുള്ള തീറ്റയായത്. തൊത്തേ ചക്ക കിട്ടിയോ? തുണിയൊന്നും ഉണങ്ങി കിട്ടിയായിരുന്നെങ്കിൽ. തൊത്തു അവൾക്ക് ചക്ക വേണം ചിന്നുവിന്. ടാർപ്പയുടെ ആട്ടോ ഒരു നീല നിറം. ഹലോ, ഒരു കസേര ഇട്ട് തരാം. മേലനങ്ങാണ്ടിരുന്ന ചക്കയുടെ ചകിണിയൊക്കെ പൊളിച്ച് അതിങ്ങനെ അരിയേ. ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കേട്ടോ. ക്ഷീണിക്കാതെ വേർക്കാണ്ടേ. എനിക്ക് കുറച്ച് ഭാരിച്ച പണിയുണ്ടോ? ആ മേശപ്പുറത്ത് കൊണ്ടുവച്ചേരാം. അവിടെ ഇരുന്ന് ചെയ്താൽ മതി. ഞാൻ വറുത്തരാം ചേച്ചി. ഞാൻ വെള്ളം വീഴാത്ത നല്ലതോടെയാ. ആണോ? കൈ എടുക്ക വായി വെച്ച
നല്ല ഇളയാ കൊള്ളാമെങ്കിൽ ഞാൻ നാളെ ഒക്കെ വറുത്ത് വെട്ടി നമ്മള് വറുത്തില്ല ആ ചക്കക്കാട്ടിലൊക്കെ നല്ലതാ. ഞാൻ പറയട്ടെ അമ്മ ഡൈനിങ് ടേബിൾ ഇരുന്നരിയ ചക്കക്കുരു എല്ലാം ഇങ്ങനെ നിൽക്കണ്ട എത്രയും നീണ്ട എന്നാലും കുഴപ്പമില്ല നല്ല വെക്കാം അവിടെ ഇരുന്നരിയ